ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ട പനീറിൻ്റെ കറിയാണ് കേട്ടോ. മുട്ട വെച്ച് നമുക്ക് പനീർ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്ത് ഇതിന് വേണ്ട മസാലകളെല്ലാം ആവിയിൽ വേവിച്ചെടുക്കാമേ. നമുക്ക് ആ കറിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ബട്ടാണയാണിത്. ഞാനതിങ്ങനെ വെള്ളത്തിനകത്ത് വെച്ച് ആവിക്കകത്ത് വേവിക്കാൻ പോവാണ് കേട്ടോ. ബട്ടാണയ്ക്കകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിക്ക് വേണ്ട സവാള, 3-4 സവാള, ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ ചുറ്റിനും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി, ഇതെല്ലാം നമുക്കിങ്ങനെ ചുറ്റിനും വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു പ്ലേറ്റ് എടുക്കാം കേട്ടോ. ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തടവണേ. അതിന് ശേഷം ഞാൻ 5-6 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊട്ടിച്ച് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ചതച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓംപ്ലേറ്റിന് മിക്സ് ആക്കൂലേ, അതുപോലെ നമുക്കിത് മിക്സ് ആക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ അതിനകത്ത് വെച്ചിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. 10-20 മിനിറ്റിനകം ഇത് വെന്ത് വരും. നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മുടെ മുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഫ് പോലായി വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ലതുപോലെ വെള്ളത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ടൊമാറ്റോൻ്റെ തൊലി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മുട്ട ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ കമത്തി വെക്കാം കേട്ടോ. നമ്മൾ കേക്കൊക്കെ എടുക്കൂല, അതുപോലെ തന്നെ എളുപ്പം ഇളകി വരാനാണ് കേട്ടോ എണ്ണ തേക്കാൻ പറയുന്നത്. അതിനുശേഷം നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതിനെയാണ് നമ്മൾ മുട്ട പനീർ എന്ന് പറയുന്നത്. പനീർ പോലെ ഇരിക്കും കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവൂല പനീറാണെന്നേ തോന്നുള്ളൂ. ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം, സ്ലൈസ് ആയിട്ടെല്ലാം. ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാലകളെല്ലാം ആറിക്കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ടൊമാറ്റോ ഇട്ടുകൊണ്ടാണ് ആ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വെള്ളവും ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കണം. ബട്ടാണി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മസാലകളില്ലേ, ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഉണ്ടാക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ തക്കാളിയൊക്കെ വെന്ത വെള്ളം, ആ വെള്ളം അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ബട്ടാണ വെന്തില്ലായിരുന്നു, വേവിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഫസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം.
നല്ല നല്ല പനീറിൻ്റെ കറി പോലെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നമ്മുടെ പനീർ പോലെ ഇരിക്കുന്നുണ്ട്, നല്ല ജ്യൂസി ആയിട്ട്. താങ്ക് യു.